പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 1, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ. ഇന്ത്യയിൽ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മണിപ്പൂരിൽ പ്രസിഡന്റ് റോൾ നീട്ടുകയും ഇന്ത്യൻ നേവിക്ക് പുതിയൊരു കപ്പൽ ഹിംഗിരി എന്ന കപ്പൽ, അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡ് ആയിട്ടുള്ള വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ പുതിയ വൈസ് അഡ്മിറൽ. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, എ രാജരാജൻ ഈസ് സെറ്റ് ടു ടേക്ക് ചാർജ് ആസ് VSSC ഡയറക്ടർ. എ രാജരാജൻ VSSC ഡയറക്ടറായി ചുമതലയേൽക്കും. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടർ ആരായിരിക്കും? എ രാജരാജൻ. തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആണ് എ രാജരാജൻ. 2025 ജൂലൈ 31 വിരമിച്ച വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ ഡയറക്ടറുടെ പേര് എസ് ഉണ്ണികൃഷ്ണൻ നായർ. സ്പേസ് ആയി ബന്ധപ്പെട്ട മിക്കവാറും കറണ്ട് അഫേഴ്സിൽ വരുന്ന ഒരു വ്യക്തിയാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ. അദ്ദേഹമായിരുന്നു വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ. അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ ആ ഒരു സ്ഥാനത്തേക്കാണ് പുതിയ ഡയറക്ടർ വരുന്നത്, എ രാജരാജൻ. എസ് ഉണ്ണികൃഷ്ണൻ ഇന്നലെ വിരമിച്ചു. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ രൂപീകരിക്കുകയും പിന്നീട് വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്ത വർഷം 1963 നവംബർ 21. 1963 നവംബർ 21 വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അത് സ്ഥാപിതമായിട്ടുള്ളത്. അതിനു മുമ്പ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ ആയിരുന്നു TERLS. ഡോക്ടർ വിക്രം സാരാഭായ് ആണ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആണ് എസ് രാജരാജൻ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്. ഇന്ത്യയിൽ ആദ്യത്തെ മേക്ക് ഇൻ ഇന്ത്യ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പുതിയൊരു ഹൈഡ്രജൻ പ്ലാന്റ്, ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞു. എവിടെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് വന്നിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പവർ പ്ലാന്റ് 2025 ജൂലൈ 31 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അദ്ദേഹം യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആണ്. 2021 മുതൽ രാജ്യസഭാ അംഗവും ആസാമിൽ നിന്ന് 2021 രാജ്യസഭയിലേക്ക് എത്തിയ വ്യക്തിയാണ് സർബാനന്ദ സോനോവാൾ. ഇദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് അതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എവിടെയാണ്? കൺല, ഗുജറാത്ത്. ഗുജറാത്തിലെ കാൺല എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പവർ പ്ലാന്റ് ഇത് സ്ഥാപിതമായിട്ടുള്ളതും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതും. ഗുജറാത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാൺല. കാൺല പോർട്ട് ആണ് ആ സ്ഥലത്തെ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കാൻ കാരണം, കാൺല തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ പ്ലാന്റ് എവിടെയാണ് തുറന്നത്? ജോറാട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ പ്ലാന്റ് ഇത് ആരംഭിച്ചത് ജോറാട്ടിലാണ്. ജോറാട്ട് ഇത് ആസാമിന്റെ ഒരു ഭാഗമാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രസിഡന്റ് റൂൾ എക്സ്റ്റെൻഡഡ് ഇൻ മണിപ്പൂർ. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നീട്ടി. ഇതും ഇന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? അത് 6 മാസത്തേക്ക് നീട്ടിയത്. മണിപ്പൂർ. മണിപ്പൂർ എന്ന സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം ഇപ്പോൾ ഉള്ളത്. അത് വീണ്ടും 6 മാസത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് തീയതിയിലാണ്? 2025 ഫെബ്രുവരി 13 ആർട്ടിക്കിൾ 356 ക്ലോസ് 1 പ്രകാരം മണിപ്പൂരിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 13 തീയതിയായിരുന്നു. മണിപ്പൂരിലുള്ള വംശീയ കലാപം, ഇതുമായി ബന്ധപ്പെട്ടാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ 11 തവണ. മണിപ്പൂരാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 11 പ്രാവശ്യമാണ് ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്.
ആദ്യമായിട്ട് പ്രസിഡന്റ് റൂൾ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചാബിലാണ് 1951 ജൂണിലാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ AVSM VSM FOCNC വെസ്റ്റേൺ നേവൽ കമാൻഡ്. ഇന്ത്യൻ നേവിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കമാൻഡ് ആണ് വെസ്റ്റേൺ നേവൽ കമാൻഡ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് മുംബൈ. ആ ഒരു കമാൻഡിന്റെ ഹെഡായിട്ട് FOCNC ആയിട്ട് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ട് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതല ഏറ്റെടുത്തു. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ മെയിൻ പേജിൽ വന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് FOCNC വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആ ചുമതലയേൽക്കുന്ന ആ ഒരു പരേഡിന്റെ ഒരു ചിത്രം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 31 വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫ് ആയി ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ AVSM VSM. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഹെഡ് ആയിട്ട്, അതായത് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ള നേവൽ ഓഫീസർ ആണ് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ AVSM VSM. AVSM എന്നാൽ അതിവിശിഷ്ട സേവാ മെഡൽ, VSM എന്നാൽ വിശിഷ്ട സേവാ മെഡൽ. 2025 ജൂലൈ 31 വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ AVSM VSM ആരുടെ പക്കൽ നിന്നാണ് വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ കമാൻഡിംഗ് ഏറ്റെടുത്തത്? വൈസ് അഡ്മിറൽ സഞ്ജയ് ജയസിംഗ് PVSM AVSM NM. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ FOCNC അതായത് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിരുന്നു വൈസ് അഡ്മിറൽ സഞ്ജയ് ജയസിംഗ്. അദ്ദേഹം ഇന്നലെ വിരമിച്ചു. ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ AVSM VSM വന്നിട്ടുള്ളത്. PVSM എന്നാൽ പരമവിശിഷ്ട സേവാ മെഡൽ, AVSM അതിവിശിഷ്ട സേവാ മെഡൽ, NM നൗസേന മെഡൽ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഹിംഗിരി യാർഡ് 3022 ഡെലിവേർഡ് ടു ദി ഇന്ത്യൻ നേവി. ഹിംഗിരി ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ നടന്നിട്ടുള്ള ഒരു ചടങ്ങാണ്. ഇന്ത്യൻ നേവിക്ക് ലഭിച്ചിട്ടുള്ള ഒരു പുതിയൊരു കപ്പലാണ് ഹിംഗിരി എന്നൊരു കപ്പൽ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 31 ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ നീലഗിരി ക്ലാസ്സിലെ മൂന്നാമത്തെ കപ്പലിന്റെ പേരെന്താണ്? ഹിമഗിരി. ഹിമഗിരി എന്ന കപ്പലാണ് ഇന്ത്യൻ നേവിക്ക് കൈമാറിയിട്ടുള്ളത്. ഇത് മൂന്നാമത്തെ ഒരു പ്രൊജക്ട് 17A അണ്ടറിൽ വരുന്ന ഒരു കപ്പലാണ്. അതായത് പ്രൊജക്ട് 17A എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഏതൊരു സമുദ്രവുമായി ബന്ധപ്പെട്ട ഭീഷണിയും ഫേസ് ചെയ്യാൻ സാധിക്കുന്ന ലെവലിലുള്ള ഒരു കപ്പലാണ് നീലഗിരി ക്ലാസ്സിലെ ഈ കപ്പലുകൾ. ഇതിലെ മൂന്നാമത്തെ കപ്പലാണ് ഹിമഗിരി. ആദ്യത്തെ കപ്പലായിരുന്നു നീലഗിരി, അത് കഴിഞ്ഞപ്പോൾ ഉദയഗിരി, ഇപ്പോൾ മൂന്നാമത്തെ കപ്പലാണ് ഹിമഗിരി. INS ഹിമഗിരി ഏത് ഷിപ്പിംഗ് കമ്പനിയാണ് നിർമ്മിച്ചത്? ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, കൊൽക്കത്ത. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പൽശാലയാണ് കൊൽക്കത്തയിലുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ഈ കപ്പൽശാലയാണ് INS ഹിമഗിരി എന്ന കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. 30 വർഷത്തെ മഹത്തായ സേവനത്തിന് ശേഷം പഴയ INS ഹിമഗിരി ഏത് തീയതിയിലാണ് ഡീകമ്മീഷൻ ചെയ്തത്? 2005 മെയ് 6. INS ഹിംഗിരി എന്നൊരു കപ്പൽ ഇന്ത്യൻ നേവിക്കുണ്ടായിരുന്നു. ഏതാണ്ട് 30 വർഷത്തോളം സേവനം നൽകിയിട്ടുള്ള ഒരു കപ്പലാണ് INS ഹിംഗിരി. 2005 മെയ് 6 ഈ ഒരു കപ്പൽ ഇന്ത്യൻ നേവിയിൽ ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു കപ്പലിന്റെ പേരാണ് ഇപ്പോൾ പുതിയൊരു കപ്പലിന് INS ഹിംഗിരി എന്ന് നൽകിയിട്ടുള്ളത്. ഇന്നലെ 31 ജൂലൈക്ക് ഈ ഒരു കപ്പൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു. നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രൊജക്ട് 17A പ്രകാരം ഇന്ത്യൻ നാവികസേനയിൽ എത്ര കപ്പലുകൾ കമ്മീഷൻ ചെയ്യും? ആകെ 7. അതായത് നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകൾ അല്ലെങ്കിൽ പ്രൊജക്ട് 17A പ്രകാരം എന്നറിയപ്പെടുന്ന ഈ കപ്പലുകൾ ആകെ 7 കപ്പലാണ് നിർമ്മിക്കാൻ പോകുന്നത്. അതായത് പ്രൊജക്ട് 17A അല്ലെങ്കിൽ നീലഗിരി ക്ലാസ് എന്ന് പറയുന്ന ഈ കപ്പലുകൾ. ഇതിലെ ആദ്യത്തെ കപ്പലായിരുന്നു നീലഗിരി, രണ്ടാമത്തേത് ഉദയഗിരി, മൂന്നാമത്തേതാണ് ഇപ്പോൾ ഹിംഗിരി. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 17A പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത 2 കപ്പൽ നിർമ്മാണ കമ്പനികൾ ഏതാണ്? മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. നീലഗിരി ക്ലാസ്സിൽ വരുന്ന പ്രൊജക്ട് 17A എന്ന ഈ കപ്പലുകളുടെ നിർമ്മാണം ഏറ്റെടുത്ത 2 കപ്പൽശാലയാണ്. ഒന്ന് മുംബൈയിലുള്ള മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും കൊൽക്കത്തയിലുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സും. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് വോൾക്കാനോ ഇറപ്റ്റ്സ് ആഫ്റ്റർ മാസീവ് ക്വയക്ക് റോക്സ് റഷ്യ പസഫിക് കോസ്റ്റ്.
റഷ്യയുടെ പസഫിക് തീരത്തെ വൻ ഭൂകമ്പത്തെ തുടർന്ന് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 30 പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയ ക്ലൂചെസ്കോയ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? റഷ്യ. യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് നിൽക്കുന്ന ക്ലൂചെസ്കോയ് എന്ന അഗ്നിപർവ്വതമാണ് ഇന്നലെ 2 ദിവസം മുമ്പ്, അതായത് ജൂലൈ 30 പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. യുറേഷ്യയിൽ ഭാഗമായിട്ടുള്ള ഈ ഒരു അഗ്നിപർവ്വതം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതും എന്നാൽ അധികം ആൾതാമസമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് കൂടുതൽ നാശങ്ങൾ ഇല്ലാത്ത ഒരു പ്രദേശത്താണ് ഈ ഒരു അഗ്നിപർവ്വതം ഉള്ളത്. ക്ലൂചെസ്കോയ് എന്നാണ് ഇതിന്റെ പേര്. കംചത്ക ഉപദ്വീപിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിന് ശേഷം റഷ്യയിലെ ഏത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി? ക്ലൂചെസ്കോയ് അഗ്നിപർവ്വതം. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു റഷ്യയിൽ കെംചത്ക പെനിൻസുല, അതായത് കെംചത്ക ഉപദ്വീപിൽ ഉണ്ടായിട്ടുള്ള 8.8 റിച്ചർ സ്കെയിലിൽ വളരെ വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടുള്ളതും. ഈ ഒരു ഭൂകമ്പം ആണ് ഇപ്പോൾ ക്ലൂചെസ്കോ അഗ്നിപർവ്വതം ഇത് പൊട്ടിത്തെറിക്കാൻ കാരണമായിട്ടുള്ളതും അന്ന് നടന്നിട്ടുള്ള ആ ഒരു ഭൂകമ്പത്തിന്റെ പ്രത്യാഘാതമാണ്. യുറേഷ്യയിലുള്ള ക്ലൂചെസ്കോ വോൾക്കാനോ എന്ന് പറയുന്ന ഈ ഒരു അഗ്നിപർവ്വതം പല പ്രാവശ്യമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.